ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് നൈറ്റ് ഫുഡ് പ്രിപ്പറേഷൻ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഞാനാണ് ഇപ്പോഴത്തെ മെയിൻ കുക്ക്. പിന്നെ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കടലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് രാവിലെ തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴേക്കും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതേ ഇടയിൽ വന്നിട്ട് ഇഞ്ചി ചിരണ്ടുന്നുണ്ട്. പച്ചമുളകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള തക്കാളി കൂടി സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കടലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റി റെഡിയാക്കി എടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലയ്ക്ക് മസാല പറ്റുന്നത് പോലെ നന്നായി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ശേഷം നമുക്ക് ചിക്കൻ മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കടലയിലേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് ആവശ്യമായത്ര വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് 2-3 വിസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടലക്കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പാൻ എടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ കടുക്, കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം അത് കടലക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാവും. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പം എനിക്ക് എപ്പോൾ ചപ്പാത്തി ചുട്ടാലും ഓർമ്മ വരിക പഞ്ചാബി ഹൗസിലെ ഡയലോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയിൽ കൂടി അമ്മയടുത്ത് അതും പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ 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 ആ ചോർ. ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? ചാർ ആ ചാർ ചാർ. ദേ പിന്നെ ഇതെന്താണോ? 1 2 3 4 6 5 6. അങ്ങനെ ചപ്പാത്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം കുടിക്കുന്നതിനായിട്ട് കാപ്പി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചപ്പാത്തിയും കടലക്കറിയും കാപ്പിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.